ആൽഗോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സെറ്റ് ഇൻ്റർവെൽ, ക്ലിയർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞ രണ്ട് മെത്തേഡ്സ് ആയിരിക്കും പരിചയപ്പെടുക. സെറ്റ് ഇൻ്റർവെൽ ഇതൊരു ഫംഗ്ഷനെ ഇൻപുട്ടായിട്ട് മേടിക്കും. പിന്നെ ടൈം ഇൻ മില്ലി സെക്കൻഡ്സ് ഞാൻ ഒരു 3 സെക്കൻഡ് കൊടുക്കുകയാണ്. 3 × 1000 എന്ന് വെച്ചാൽ 3000 മില്ലി സെക്കൻഡ്. സെറ്റ് ഇൻ്റർവെൽ ചെയ്യുക. ഈ ഫംഗ്ഷനെ ഓരോ 3 സെക്കൻഡിലും എക്സിക്യൂട്ട് ചെയ്യുകയാണ്. സെറ്റ് ഇൻ്റർവെൽ റിപ്പീറ്റഡ്ലി കോൾസ് എ ഫംഗ്ഷൻ ഓർ എക്സിക്യൂട്ട്സ് എ കോഡ് സ്നിപ്പെറ്റ് വിത്ത് എ ഫിക്സ്ഡ് ടൈം ഡിലേ ബിറ്റ്വീൻ ഈച്ച് കോഡ്. 3 സെക്കൻഡ് കഴിയുമ്പം ആദ്യമേ ഹലോ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും 3 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ഹലോ പ്രിന്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കും. ആദ്യത്തെ ഹലോ പ്രിൻ്റായി, അത് കഴിഞ്ഞ് വീണ്ടും 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അടുത്ത ഹലോ പ്രിൻ്റായി, വീണ്ടും 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അടുത്ത ഹലോ പ്രിൻ്റായി. ഇങ്ങനെ റിപ്പീറ്റഡ്ലി കോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ ഇപ്പം 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ഫംഗ്ഷൻ എ ബി console.log a+b. എങ്ങനെയായിരിക്കും നമ്മൾ ആർഗ്യുമെൻറ്റ്സിനെ പാസ് ചെയ്യുക? ഇവിടെ നിന്ന് 2,3. അന്നേരം ഓരോ 3 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. a+b പ്രിൻറ്റഡ് ആയിട്ട് കിട്ടും. 2 + 3 5. അങ്ങനെ 5 ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഓരോ 3 സെക്കൻഡിലും നമുക്ക് പ്രിൻറ്റഡ് ആയിട്ട് കിട്ടും. ഈ ഫംഗ്ഷൻ ഒരു ഐ ഡി റിട്ടേൺ ചെയ്യും. കോൺസ്റ്റ് ഐ ഡി ഈക്വൽ ടു സെറ്റ് ഇൻ്റർവെൽ console.log id. ഇതിപ്പം ഐ ഡി 1 ആയിട്ട് നമുക്ക് കിട്ടി. ഈ ഐ ഡി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർവെലിനെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ഇൻ്റർവെൽ ഐ ഡി എന്ന് വെച്ചാൽ ഈ എക്സിക്യൂഷൻ നമുക്ക് നിർത്താൻ പറ്റും. ആ 3 സെക്കൻഡ് പാസ്സായിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ഇതിൻ്റെ എക്സിക്യൂഷൻ നിർത്തണം എന്നുണ്ടെങ്കിൽ ക്ലിയർ ഇൻ്റർവെൽ ഐ ഡി എന്ന് ചെയ്താൽ മതി. അന്നേരം ആ എക്സിക്യൂഷൻ നിൽക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 മാത്രമേ പ്രിൻ്റ് ആയിട്ടുള്ളൂ. 1 എന്ന് പറഞ്ഞാൽ ഐ ഡി. അത് കഴിഞ്ഞ് നമ്മൾ ഇൻ്റർവെൽ ക്ലിയർ ചെയ്തു. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയില്ല. നമുക്ക് സെറ്റ് ഇൻ്റർവെലിൻ്റെ പോളിഫില്ല് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ ഈ ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാണ്. console.log ഹലോ എന്ന് കൊടുക്കാം. എന്നിട്ട് ഒരു ഡിലേ 1000 മില്ലി സെക്കൻഡ് എന്ന് വെച്ചാൽ 1 സെക്കൻഡ്. ഇത് നമുക്ക് സ്വയം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം? ഫസ്റ്റ് നമ്മളൊരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യാണ്. ഫംഗ്ഷൻ മൈ സെറ്റ് ഇൻ്റർവെൽ. ഇതൊരു ഫംഗ്ഷനും ഡിലേയും ഇൻപുട്ട്സ് ആയിട്ട് മേടിക്കുന്നു. ഇനി ഈ ഫംഗ്ഷൻ എന്തായിരിക്കും ചെയ്യുക? നമുക്ക് സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ മെത്തേഡ് അറിയാം. ഈ മെത്തേഡ് എന്തായിരുന്നു ചെയ്യുന്നത്? ഒരു ഫംഗ്ഷനെ ഒരു സ്പെസിഫിക് ഡിലേക്ക് ശേഷം എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മൈ സെറ്റ് ഇൻ്റർവെൽ ചെയ്തപ്പോൾ സെറ്റ് ടൈം ഔട്ടിനെ നമ്മൾ കോൾ ചെയ്തു. സെറ്റ് ടൈം ഔട്ട് ഒരു സ്പെസിഫിക് ഡിലേക്ക് ശേഷം ആ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും നമ്മൾ സെറ്റ് ടൈം ഔട്ടിനെ കോൾ ചെയ്യണം, റിപ്പീറ്റഡ്ലി കോൾ ചെയ്യണം. അന്നേരം ഒരു ഫംഗ്ഷൻ കൂടി ആവശ്യമുണ്ട്. അത് സെറ്റ് ടൈം ഔട്ടിനെ വീണ്ടും വിളിക്കണമല്ലോ, അതിനൊരു ഫംഗ്ഷൻ ആവശ്യമുണ്ട്. അതിന് ഞാൻ ചെക്ക് എന്ന് പേര് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ ചെക്കിനെ കോൾ ചെയ്യും. സെറ്റ് ടൈം ഔട്ടിൽ നമ്മൾ ഈ ഫംഗ്ഷനെ ഡിലേക്ക് ശേഷം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഷെഡ്യൂൾ ചെയ്തു. അതിനുശേഷം ആ ഫംഗ്ഷൻ കോളായതിനു ശേഷം വീണ്ടും നമ്മൾ സെറ്റ് ടൈം ഔട്ടിനെ കോൾ ചെയ്യണം. അന്നേരം ചെക്ക് ഇങ്ങനെ ചെയ്തു. അന്നേരം ഇത് വർക്ക് ആവുന്നുണ്ടോ നമുക്ക് നോക്കാം. വർക്ക് ആവുന്നുണ്ട്. ഓരോ 3 സെക്കൻഡിലും ഇത് കോൾ ആവുന്നുണ്ട്. അല്ല, അത് നമ്മുടെ ഫംഗ്ഷൻ അല്ല, മൈ സെറ്റ് ഇൻ്റർവെൽ. ഓരോ 3 സെക്കൻഡിലും അത് കോൾ ആവുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഐ ഡി റിട്ടേൺ ചെയ്യണം.
ഇവിടെ ഒരു ഇൻട്രോവൽ ഐ ഡി എന്ന് കൊടുക്കാം. ഇൻട്രോവൽ ഐ ഡി വേണ്ട, നമുക്കൊരു ജനറിക് ഐ ഡി കൊടുക്കാം. var id ഈക്വൽ ടു 0. ഐ ഡിയെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇതിന് ശേഷം നമ്മൾ ആ ഐ ഡിയെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇൻട്രോവൽ ഐ ഡി ഇതൊരു ജനറിക് ഐ ഡി ആണ്. മുകളിൽ ഉള്ള ഈ ഐ ഡി ഒരു ജനറിക് ഐ ഡി ആണ്. എത്ര തവണ സെറ്റ് ഇൻട്രോയിൽ വിളിച്ചാലും അതിൻ്റെ ഐ ഡീസ് എല്ലാം ജനറേറ്റ് ചെയ്തെടുക്കുക ഈ ഐ ഡിയിൽ നിന്നായിരിക്കും. അതിന് നമുക്ക് ഒരു ഇൻട്രോവൽ ഐ ഡി ഇവിടെ കിട്ടി. ഈ ഇൻട്രോവൽ ഐ ഡിയെ റിട്ടേൺ ചെയ്യുന്നു. ഇതിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ടൈം ഔട്ട് എഴുതണം. ക്ലിയർ ഇൻട്രോവൽ എഴുതണം. ക്ലിയർ ഇൻട്രോവലിൽ നമ്മുടെ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യണം. അന്നേരം നമുക്കൊരു മാപ്പിൻ്റെ ആവശ്യമുണ്ട്. ഇൻട്രോവൽ മാപ്പ് ഏതൊക്കെ ഇൻട്രോവൽസ് ഇപ്പോൾ റണ്ണിങ് ആണെന്ന്. ഇപ്പോൾ നമുക്ക് 2 മൈസെറ്റ് ഇൻട്രോവൽ ഉണ്ടെന്ന് വിചാരിച്ചു. ആദ്യത്തെ ഐ ഡി 1ഉം രണ്ടാമത്തേത് 2 ആയിരിക്കും. അന്നേരം അത് റണ്ണിങ് ആണോ എന്ന് നമുക്കറിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇൻട്രോവൽ മാപ്പ് യൂസ് ചെയ്യുക. ഇൻട്രോവൽ മാപ്പ് ഇൻട്രോവൽ മാപ്പ് ഓഫ് ഇൻട്രോവൽ ഐ ഡി എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ടൈം ഔട്ട് ആയിരിക്കും. ഇവിടെ ഓരോ തവണ സെറ്റ് ടൈം ഔട്ട് കോൾ ആകുമ്പോഴും ഇൻട്രോവൽ ഐ ഡിയിലോട്ട് നമ്മൾ ആ സെറ്റ് ടൈം ഔട്ട് റിട്ടേൺ ചെയ്യുന്ന ഐ ഡി സ്റ്റോർ ചെയ്യും. ഇഫ് ഇൻട്രവൽ മാപ്പ് ഓഫ് ഇൻട്രവൽ ഐ ഡി ഇടയ്ക്ക് വെച്ച് ആ ഇൻട്രവൽ ഐ ഡി ഡിലീറ്റഡ് ആയി കഴിഞ്ഞാൽ ഈ ചെക്കിനെ കോള് ചെയ്യണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇൻട്രവൽ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രം ചെക്കിനെ കോൾ ചെയ്താൽ മതി. നമുക്ക് ക്ലിയർ ഇൻട്രവലിൻ്റെ മെത്തേഡ് ഇടാം. ഫംഗ്ഷൻ ക്ലിയർ ഇൻട്രവൽ മൈ ക്ലിയർ ഇൻട്രവൽ ഐ ഡി. ഈ ഫംഗ്ഷൻ ഈ ഐ ഡി ഉള്ള ടൈം ഔട്ട് ക്ലിയർ ചെയ്യും. പിന്നെ ഇൻട്രോവൽ മാപ്പിൽ നിന്ന് ഇവിടെ എങ്ങനെയായിരുന്നു? ക്ലിയർ ടൈം ഔട്ട് ഓഫ് ഐ ഡി അല്ല കൊടുക്കേണ്ടത്. ഇൻട്രവൽ മാപ്പിൻ്റെ ഉള്ളിലാണ് ഐ ഡി ഉള്ളത്. ഇത് ഇൻട്രവലിൻ്റെ ഐ ഡി ആണ്, ടൈം ഔട്ടിൻ്റെ ഐ ഡി അല്ല. അന്നേരം ഇൻട്രവൽ മാപ്പ് ഓഫ് ഐ ഡി കൊടുക്കണം. ഇവിടെ നമ്മൾ ഓരോ തവണ റിട്ടേൺ ചെയ്യുമ്പോഴും ആ ഐ ഡിയെ നമ്മൾ ഇൻട്രവൽ ഐ ഡി ആയിട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അന്നേരം നമ്മൾ ക്ലിയർ ടൈം ഔട്ട് ഇൻട്രവൽ മാപ്പ് ഓഫ് ഐ ഡി ചെയ്യും. അത് കഴിഞ്ഞ് ഡിലീറ്റ് ഇൻട്രവൽ മാപ്പ് ഐ ഡി ചെയ്യും. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഈ സെയിം കോഡ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ 3 സെക്കൻഡ് ഇത് റൺ ആവുന്നുണ്ട്. ഞാനൊരു ഒരു കൺസോൾ ഡോട്ട് ലോഗ് എൻഡ് കൊടുക്കാം. അതിനുശേഷം മൈ ക്ലിയർ ഇൻട്രവൽ ലെറ്റ് ഐ ഡി 1 ഈക്വൽ ടു മൈ സെറ്റ് ഇൻട്രവൽ ഐ ഡി മൈ ക്ലിയർ ഇൻട്രവൽ ഐ ഡി 1 എന്ന് കൊടുത്തിരിക്കുകയാണ്. ഈ കേസിൽ എൻഡ് കഴിഞ്ഞതിന് ശേഷം ഈ ഹലോ പ്രിൻ്റ് ആവുന്നില്ല, കാരണം ഞാൻ ക്ലിയർ ഇൻട്രോയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഇൻട്രോവൽ ഐ ഡിയിലോട്ട് ഐ ഡിയെ സ്റ്റോർ ചെയ്യാനുള്ള കാരണം മൾട്ടിപ്പിൾ സെറ്റ് ഇൻട്രോവൽസ് ഉണ്ടെങ്കിൽ ഈ ഐ ഡിയുടെ വാല്യൂ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇൻട്രോവൽ ഐ ഡിയിലോട്ട് ഞാൻ ആ ഐ ഡിയെ സ്റ്റോർ ചെയ്ത് വെച്ചത്. അത് കഴിഞ്ഞ്
ഓരോ തവണ സെറ്റ് ടൈം ഔട്ടിനെ കോൾ ചെയ്യുമ്പോഴും ഓരോരോ IDs നമുക്ക് ജനറേറ്റ് ആഡ് ആയിട്ട് കിട്ടും. അതിൽ ലേറ്റസ്റ്റ് ID നമ്മൾ ഇൻ്റർവൽ മാപ്പിലോട്ട് സ്റ്റോർ ചെയ്യും. ഇൻ്റർവൽ IDയുടെ വാല്യൂ ആയിട്ടായിരിക്കും ID നമ്മൾ സ്റ്റോർ ചെയ്യുക. മൈ ക്ലിയർ ഇൻ്റർവെല്ലിൽ ID കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ടൈം ഔട്ട് ID നമ്മൾ എടുക്കും. എന്നിട്ട് ആ ടൈം ഔട്ടിനെ നമ്മൾ ക്ലിയർ ചെയ്യും. പിന്നെ ഇൻ്റർവെൽ മാപ്പിൽ നിന്ന് നമ്മുടെ IDയെ ഡിലീറ്റ് ചെയ്യും. അതാകുമ്പം ഈ ഒരു പാറിലെത്തുമ്പോൾ ചെക്ക് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യില്ല. കാരണം ഇൻ്റർവൽ ID നമ്മൾ ഇവിടെ ഡിലീറ്റ് ചെയ്തല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഇനി ഈ ഫംഗ്ഷനിലോട്ട് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇങ്ങനെ കൊടുക്കുക. അന്നേരം ആർഗ്യുമെൻറ്റ്സ് നമുക്ക് ഈ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യാൻ സാധിക്കും. AB കൊടുക്കുക, A+B 1,2 ക്ലിയർ ഇൻ്റർവെൽ റിമൂവ് ചെയ്യാം. എൻഡിന് ശേഷം ഈ ഫംഗ്ഷനെ റിപ്പീറ്റഡ്ലി നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ 3 സെക്കൻഡിൽ. അന്നേരം ആ ഫംഗ്ഷനിലോട്ട് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ഈ ഫംഗ്ഷനിലോട്ട് 1ഉം 2 ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്നു. അത് 1നും 2നും ആഡ് ചെയ്യുന്നു 3. അങ്ങനെ നമുക്ക് 3 റിപ്പീറ്റഡ്ലി ഓരോ 3 സെക്കൻഡിലും കിട്ടുന്നു. താങ്ക് യു എവരിവൺ.